വേദവിക്രമിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്യൻ എന്നും ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട്. വളരെ സന്തോഷവതിയായിട്ട് ശ്രീജ വേദയോട് നന്ദിയെല്ലാം പറയുന്നുണ്ട്. വേദ, നീ കാരണമാണ് വിശ്വേട്ടന് ഇങ്ങനൊരു മനസ്സുണ്ടായത്. എന്നാലും ഈ ഒരു ജോലിയിൽ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. എന്തെങ്കിലും കാരണം കണ്ടെത്തി വിശ്വേട്ടൻ തിരികെ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്രീജ. ഇത് കേട്ട വേദ പറയും, എന്തായാലും ശ്രീജടുത്ത് പേടിക്കേണ്ട, ഇനി വിശ്വേട്ടൻ ജോലിയൊന്നും ഉപേക്ഷിച്ച് വരില്ല, നമുക്ക് നോക്കാം എന്ന് പറയാണ്. വേദയുടെ കൂട്ടുകാരി മുഖേന കിട്ടിയ ജോലി ആയതുകൊണ്ട് തന്നെ വിഷ്യൻ പിന്നെ ആ ഒരു കമ്പനിയെക്കുറിച്ചൊന്നും ആരും തന്നെ അന്വേഷിക്കുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ കമ്പനിയുടെ മുതലാളിയെ കണ്ട വിഷ്യൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് വേദയുടെ ചേട്ടന്മാരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ മുതലാളി വേദയുടെ ചേട്ടനാണോ? ഇനിയിപ്പോൾ വേദയുടെ ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ തന്നെ ഈ ജോലിക്ക് ചേർത്തത്? ഇനിയിപ്പോൾ വേദക്ക് അറിയാമോ എന്നൊക്കെ ചിന്തിക്കാട്ടോ. അപ്പോഴാണ് വേദയുടെ ചേട്ടൻ കാണുന്നത്, ശ്രീകാന്ത് വിഷ്യനെ കാണുന്നത്. ഇതേതാ പുതിയ ജോലിക്കാരൻ എന്ന് ചോദിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, ഇന്നലെ ജോയിൻ ചെയ്തതാണ് എന്ന് പറയാണ്. എന്താ ഇവിടുത്തെ ജോലികളൊക്കെ ഇഷ്ടപ്പെട്ടോ? ജോലിയൊക്കെ ചെയ്യാൻ അറിയാമോ എന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ വിഷൻ പറയുന്നുണ്ട്. ഒടുവിൽ വിഷൻ പറയുന്നുണ്ട്, അയ്യോ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറയാനുള്ളത്? അത് പിന്നെ ഞാൻ വിക്രമിൻ്റെ ചേട്ടനാണ്. ഞാൻ ഇവിടെ ജോലിക്ക് നിന്നോട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ആദ്യമേ ഞാൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് കരുതിയാ ഇപ്പം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ വയ്യ, എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. അങ്ങനെ വിക്രമിൻ്റെ ചേട്ടനാണെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് ഒരു നിമിഷം ആലോചനയോടെ നിൽക്കാണ്. എന്നിട്ട് വിഷനോട് പറയുന്നുണ്ട്, അതെ, ഇവിടെ ജോയിൻ ചെയ്തോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല, ഇവിടെ ജോലി ചെയ്യുന്നതിന് ഞങ്ങൾ കാശ് തരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ശ്രീകാന്ത് ആണെങ്കിലോ വിഷനെ കൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒടുവിൽ അവിടെ നിൽക്കാൻ, ജോലി ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്നത്. എന്നാൽ വിഷൻ വീട്ടിലെത്തിയപ്പാട് ശ്രീജയോട് പറയുന്നുണ്ട്, ഞാൻ പോയി തുടങ്ങുന്ന കമ്പനിയുടെ മുതലാളി ആരാണെന്ന് അറിയോ നിനക്ക്? ആരാ വിശ്വട്ടൻ പറഞ്ഞല്ലേ എനിക്കറിയുള്ളൂ. അത് പിന്നെ വേദയുടെ ചേട്ടനാ. എന്ത് വേദയുടെ ചേട്ടനോ? അയ്യോ, അവിടെ ഇനി ജോലി ചെയ്യേണ്ട, അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വേദക്ക് അറിയാമോ വേദയുടെ ചേട്ടൻ്റെ കമ്പനിയാണെന്ന്? ഇല്ല, വേദക്ക് ഒരിക്കലും അറിയാൻ ചാൻസ് ഇല്ല. അവളുടെ കൂട്ടുകാരി മുഖേന ഉണ്ടായതല്ലേ. ഈ കമ്പനിയുടെ മുതലാളി ഈ ശ്രീകാന്ത് ചേട്ടനാണെന്ന് ആർക്കും തന്നെ അറിയില്ല. ഞാൻ അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വിക്രമിൻ്റെ ചേട്ടനാണെന്ന്. ഇവിടെ ജോലി ചെയ്തോട്ടെ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം ആലോചിച്ചിട്ട് ശരിയെന്നാ പറഞ്ഞത്. ശ്രീകാന്ത് സാർ, അയ്യോ നമുക്ക് ഈ ജോലി വേണ്ട, ഞാൻ ഇതെല്ലാവരോടും പറയാൻ വേണ്ടി പോവാ. അയ്യോ ശ്രീജെ, പെട്ടെന്ന് എനിക്കിനി മറ്റൊരു ജോലിയൊന്നും കിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം നീ ആരോടും പറയണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ എനിക്കാകെ പേടിയാവുന്നു എന്ന് ശ്രീജ പറയുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇനിയിപ്പോൾ മറ്റൊരു ജോലി അന്വേഷിച്ച് പോകാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയോടല്ലേ ഞാൻ ജോലിക്ക് പോകുന്ന നോക്കി നിൽക്കുന്നത്. അവരെ വെറുതെ നിരാശയാക്കേണ്ട, ഇനിയൊരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ശ്രീജയെ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് വിഷ്യൻ. അങ്ങനെ വീണ്ടും വിഷ്യൻ അവിടേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. വേദയോ അതുപോലെ വിക്രമോ ആരും തന്നെ അവന് ഈ ഒരു കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നത് വേദിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പണത്തിൻ്റെ ഇടപാടിനായിട്ട് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിഷ്യനെ. വിഷ്യൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ അവിടുന്ന് ഒരു ബാഗിലാക്കിയിട്ട് അവിടുത്തെ ഒരാൾ, ശ്രീകാന്തിൻ്റെ ആൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പ്ലാനിങ് ആയിരിക്കും 10 ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് വിഷ്യനെ ജോലിയിലാക്കാനുള്ള ഒരു പ്ലാനിങ് തന്നെ ആയിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ ആ ഒരു ബാഗ് 10 ലക്ഷം രൂപയും കൊടുത്ത് അയാൾ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ആ ഒരു ശ്രീകാന്തിൻ്റെ ആളുകൾ കൊടുക്കുന്ന ബാഗ് സത്യത്തിൽ പണം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ വിഷ്യൻ കാണാതെ ആ ബാഗ് മാറ്റി മറ്റൊരു ബാഗാണ് കൊടുക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്ന് ആ ബോക്സ് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ പണമൊന്നും ഉണ്ടാവില്ല. അത് കണ്ട വിഷ്യൻ ആകെ നെട്ടുന്നുണ്ട്. വിഷ്യൻ, നീ എടുത്തതാണ്, പിന്നെ എവിടെ പണം പോയി? ഞാൻ സത്യായി സാർ, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പണം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല. ഒടുവിൽ വിഷ്യനെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതറിഞ്ഞ എല്ലാവരും പറയുന്നുണ്ട്, എന്തിനാ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? കമ്പനി മുതലാളിയുടെ 10 ലക്ഷം രൂപ ഇവൻ എടുത്തു. ഇവർ 2-3 ദിവസം മാത്രമേ ജോയിൻ ചെയ്തിട്ടായിട്ടുള്ളൂ, അപ്പോഴേക്കും അവൻ അവിടുന്ന് പണം മോഷ്ടിച്ചു. എന്നാൽ ശ്രീജയും എല്ലാവരും ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഒടുവിൽ ശ്രീജ പറയാണ്, ഇതിനെല്ലാം കാരണക്കാരൻ വേദയുടെ ഏട്ടനാണ്. വേദ, നീ കാരണമാണ് എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരു വിധി വന്നത്. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, ഇത്തരം ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതറിഞ്ഞ വേദ നെട്ടിപ്പോകുന്നുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വേദ പറയുന്നുണ്ടെങ്കിലും വേദയെ കമലാമയും ശ്രീജയും കുറ്റപ്പെടുത്തുന്നുണ്ട്. വേദ, നീ വന്നതിന് ശേഷം എൻ്റെ ചെറിയ മകന് മാത്രമേ കഷ്ടകാലം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ മൂത്ത മകനും നീ എന്ത് ദുഷ്ടതരാൻ ഈ കാണിച്ചു കൂടുന്നത്? നിന്റെ ചേട്ടൻ്റെ കമ്പനിയിലേക്കാണെന്ന് പറഞ്ഞ് വിഷനെ നീ അറിഞ്ഞോണ്ട് തന്നെ അവിടേക്ക് ജോലിക്ക് വിട്ടു. ഇപ്പം 10 ലക്ഷം രൂപ മോഷ്ടിച്ച പേരിൽ അവനെ അറസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, നീ കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞ് കമലാമ്മ അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് തന്നെ അവളോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ശ്രീജയും പറയാണ്, നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ
ഒരു സപ്പോർട്ടും ഈ വീട്ടിലില്ലാഞ്ഞിട്ടും നീ ഇവിടെ കഴിയുന്നുണ്ട്. അതിനേക്കാൾ ഇരട്ടിയേറെ എനിക്ക് എൻ്റെ ജീവനാണ് എൻ്റെ വിശ്വടനില്ലാതെ എനിക്ക് പറ്റില്ല. ഒരു നാൾ പോലും ഒരു മണിക്കൂർ പോലും വിശ്വടൻ ജയിലിൽ പോകുന്നതോ സ്റ്റേഷനിൽ ഇരിക്കുന്നതോ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ശ്രീജയാണെങ്കിൽ പൊട്ടിക്കരയാണ്. അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് വേദ. എന്ത് വില കൊടുത്തും ഞാനവരെ പുറത്തിറക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്ത പോലെ നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത്? അങ്ങനെയും പറഞ്ഞുകൊണ്ട് വേദ അവളെ ഏട്ടനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഏട്ടൻ പറയണം, അതേടി അറിഞ്ഞോട് തന്നെ 10 ലക്ഷം രൂപ മോഷ്ടിച്ച പേരിൽ അവനെ ജയിലാക്കിയതാണ്. അവന് വെറുതെ വിടാം. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നീ താലി ഊരി വെച്ചിട്ട് നീ നമ്മുടെ വീട്ടിലേക്ക് പോകണം എന്നേക്കുമായിട്ട് എന്ന് പറയുമ്പോൾ വേദ പറയും, നടക്കില്ലട്ടാ. നിങ്ങളിങ്ങനെ അനീതി കാണിച്ചു കൂട്ടിയിട്ട് എൻ്റെ താലി ഊരി വെച്ച് ഞാൻ അവിടേക്ക് വരാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെയും എല്ലാവരെയും കൊണ്ടുവരും. സത്യം തെളിയിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത് ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോകുന്നുണ്ട്. അങ്ങനെ വേദ വീണ്ടും ദർശനെ കാണാൻ വേണ്ടി പോവാണ്. ഏട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും. എന്നാൽ ദർശനോട് മറ്റുള്ളവരെല്ലാം വിലക്കിയിട്ടുണ്ടാവും. ഒരിക്കലും അവൾക്ക് വേണ്ടി കേസ് വാദിക്കരുതെന്ന്. എന്നാൽ ദർശൻ പറയും, ഇല്ല, ഒരു സത്യത്തിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. ഒരു വേദ ചോദിച്ചാൽ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേദയുടെ കൂടെ നിൽക്കും തന്നെ തീരുമാനിച്ചു എന്ന് ദർശൻ പറയുന്നുണ്ട്. അങ്ങനെ വിഷനെ പുറത്തിറക്കാനായിട്ട് ദർശൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കേസെല്ലാം സാക്ഷികളില്ലാതെയും തെളിവുകളില്ലാതെയും ആയിട്ട് തന്നെ ആ കേസെല്ലാം തോറ്റു പോവാണ്. അതോടുകൂടെ വീണ്ടും വേദക്കരികിലേക്ക് വന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരൊറ്റ കണ്ടീഷൻ പറഞ്ഞു, നീ നമ്മുടെ വീട്ടിലേക്ക് ഈ താലിയും തൂക്കി എറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരാം. എന്നാൽ നിന്റെ ഏട്ടന് ഒരു പ്രശ്നമില്ലാതെ അവനെ വെറുതെ പുറത്തേക്ക് വിടാം എന്ന് പറയുമ്പോൾ വീണ്ടും വേദ പറയും, അതൊരിക്കലും നടക്കില്ല. എങ്ങനെ പുറത്ത് വിടാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തോൽക്കാൻ പോകുന്നില്ല. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കേസുണ്ടല്ലോ, അപ്പോൾ ഞാൻ നോക്കാം എന്ന് പറയാണ്. അങ്ങനെ വേദ വീണ്ടും പോയി കാണുന്നത് അന്ന് വിശ്വേട്ടൻ്റെ കയ്യിൽ പണം കൊടുത്ത ആ മാനേജറെ കാണാനാണ്. അങ്ങനെ ആ മാനേജർ പറയുന്നുണ്ട്, മോളെ, ഞാൻ ഉറപ്പായിട്ടും കോടതിയിൽ വന്നിട്ട് സത്യങ്ങൾ പറയാം എന്നെല്ലാം പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കോടതിയിലെത്തിയ ഇയാൾ വീണ്ടും വാക്ക് മാറി ശ്രീകാന്തിന് എതിരെയായി പറയാണ്. ഒടുവിൽ ദർശൻ പറയും അവരുടെ അടുത്ത്, കേസ് 2ാമത് നമ്മൾ തോറ്റിരിക്കുന്നു. ഇനിയിപ്പോൾ തെളിവുകളൊന്നും ഇല്ലാതെ നടക്കില്ല. അങ്ങനെ ദർശൻ്റെ അടുത്തേക്ക് വന്ന് മാഷി കൈക്കൂപ്പി പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷിച്ചതിന്, ഞങ്ങളെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേ സാർ, മാഷി ഒരിക്കലും തെളിവുകളാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ മാഷിൻ്റെ മകനെ രക്ഷിക്കാൻ എനിക്കായില്ല. എന്നാലും പരമാവധി ഞാൻ ശ്രമിക്കൂ എന്ന് പറയാണ്. അങ്ങനെ അവിടെ കോടതിയിൽ വെച്ച് കണ്ട വിഷയനെ കണ്ടതും ശ്രീജ ഓടി വരുന്നുണ്ട്. വിശ്വേട്ടാ, എന്തിനാ വിശ്വേട്ടാ, ഞാൻ വന്നേ പറഞ്ഞതല്ലേ ആ ജോലി ഉപേക്ഷിക്കാൻ. ശ്രീജ, നീ തളരരുത്. 2 പേരും അവിടെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ എന്ത് വില കൊടുത്തും തന്നെ രക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിലായതിലെ വിഷയനാണെങ്കിലും ആകെ ഭയന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ വിക്രമിൻ്റെ കാര്യത്തിന് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ പണം തരാമെന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാരോട്. ആ 10 ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന്. എന്നാൽ ഒന്നും വിഷയന് നല്ല സ്ട്രോങ് ആയ തെളിവുകൾ ഉണ്ടായതോട് തന്നെ വിഷയനെ പുറത്ത് വിടാൻ തന്നെ കോടതിയോ പോലീസോ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല. ഒടുവിൽ മാഷാണെങ്കിലോ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് വിറ്റിട്ടാണെങ്കിലും അവന് പുറത്തിറക്കണം. ആ വേദയുടെ ഏട്ടന് എത്ര വേണമെന്ന് കൊടുത്തോ അയാൾ ചോദിക്കുന്ന പണം ഈ ഒരു ആധാരം പണയം വിൽക്കോ എന്ത് ചെയ്തിട്ടാണെങ്കിലും കൊടുത്തിട്ട് വിഷയനെ പുറത്തിറക്കണം. അവൻ അവിടെ കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിലാ തീയെന്ന് മാഷി പറയാണ് വേദനയോടുകൂടെ. ഒടുവിൽ വേദയോട് പറയുന്നുണ്ട്, നീ കാരണമാണ് എല്ലാം ഈ വീട്ടിലെല്ലാവരും അനുഭവിക്കുന്നത്. നിന്റെ ഏട്ടൻ പറഞ്ഞ പോലെ ആ താലി അങ്ങ് ഊരിയെറിഞ്ഞതിന് ശേഷം നിനക്കങ്ങ് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വേദക്കാണെങ്കിൽ പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ എന്താ തെറ്റ് ചെയ്തത്? എല്ലാവരും എന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് വേദനയുണ്ടെന്ന് ശ്രീജേടത്തിയും അമ്മയൊക്കെ ഞാൻ തെറ്റ് ചെയ്ത പോലെയാ എന്നോടാ പറയുന്നത്. അതെ, നിന്റെ കാരണം, നിന്റെ ഏട്ടനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് വേദയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ആ വീട്ടുകാരിൽ എല്ലാവരും കൂടെ ചേർന്ന് വേദയെ ഒരുപാട് കഷ്ടപ്പെടുത്താണ്. ഈ സമയത്താണ് അവളുടെ മുത്തശ്ശി അമ്മയെ അങ്ങോട്ട് വരുമ്പോൾ അമ്മ കമലാമ്മ എല്ലാ ദേഷ്യവും അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോടതിയിലാണ് അവന് വെറുതെ വിടാത്തത്. നിങ്ങളുടെ മകൾ ഇവിടേക്ക് വന്നതുകൊണ്ടുമാണ്. നിങ്ങളുടെ മകൻ എന്തിൻ്റെ കേടാണ്? എൻ്റെ മക്കളിങ്ങനെ ഉപദ്രവിക്കണോ എന്ന് ചോദിക്കാണ്. സ്വയം ഇഷ്ടത്തിനാണ് ഇവളിവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല. പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങളൊന്ന് വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് കമലാമ്മ കൈകൂപ്പുന്നുണ്ട്. ശ്രീജാണെങ്കിലോ വേദിയോട് വന്ന് കാൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അദ്ദേഹം ഇല്ലാതെ എനിക്ക് പറ്റില്ല. നീ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് അദ്ദേഹത്തിന് വിശപ്പോ ഒരിക്കലും സഹിക്കില്ല. അദ്ദേഹത്തിന് ഒന്നും താങ്ങാനുള്ള ശക്തിയില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച വേദ നീ എൻ്റെ ശവം കൂടി കാണേണ്ടി വരും എന്ന് പറഞ്ഞ് ശ്രീജ അവളുടെ കാൽ പിടിക്കുമ്പോൾ വേദ അങ്ങ് വല്ലാതെ ആയി പോവാണ്. അവൾ വീണ്ടും ശ്രീകാന്തിനെ കാണാൻ ചെല്ലുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ അടുത്ത്
നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രീകാന്ത് ഒരിക്കലും അവൻ പറയുന്നത് വീട്ടിലേക്ക് താലി ഊരി എറിഞ്ഞ് വരണമെന്ന് മാത്രമാണ്. അതെന്നാൽ നടക്കില്ലെന്ന് വേദ പറയുന്നുണ്ട്. ഒടുവിൽ ദർശൻ പറയുന്നുണ്ട്, ആ 10 ലക്ഷം രൂപ എവിടെയാണെന്ന് കണ്ടു കിട്ടിയാൽ ഒരു പക്ഷേ ശ്രീകാന്തിനെ ജയിക്കാൻ വേണ്ടി പറ്റില്ല, വിഷനെ വെറുതെ വിടും കോടതി എന്ന് പറയണം. അതിനു വേണ്ടി തന്നെ ആ ലോക്കറിലേക്ക് അവർ പോകുന്നുണ്ട്. ശ്രീകാന്ത് എപ്പോഴും പണം സൂക്ഷിക്കുന്ന ആ ലോക്കറിൽ ഉണ്ടാവുമെന്ന് മാനേജറെ നല്ല അടി കൊടുത്തപ്പോൾ അയാൾ സത്യം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വേദയും വിക്രമും കൂടെ ആ ലോക്കറിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് വേദക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വേദ ആ ഗേറ്റിലെ രാത്രി 2 പേരും മാസ്കും കയ്യുറൊക്കെ അണിഞ്ഞോട് തന്നെ വേഷം മാറിക്കൊണ്ട് അതിനുള്ളിൽ കയറി പറ്റുന്നുണ്ട്. അങ്ങനെ പേഴ്സണൽ ലോക്കർ ആയതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും അവിടെ ഉണ്ടാവും കേട്ടോ. എന്നാൽ അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ അവിടെ ഒന്നും കാണുന്നില്ല. വേദയാണെങ്കിലോ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ വേദ അങ്ങോട്ട് പോയ സമയത്ത് ആ ലോക്കറിന് തുറന്നപ്പോൾ ആ ബോക്സിനുള്ളിൽ നിന്ന് മറ്റൊരു രഹസ്യം വിക്രമിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. ഒരു ഫോട്ടോസ് ആയിരിക്കും. പിറ്റേന്ന് കോടതിയിൽ വന്ന വേദയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീകാന്ത് തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും ആ 10 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കേസ് പിൻവലിക്കാണെന്ന് പറയാണ്. ഇത് കേട്ട വേദക്ക് പോലും ആകെ ഷോക്കാവണം കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റമോ? എന്നാൽ ആ ലോക്കറിൽ നിന്ന് ആ ഒരു ഫോട്ടോസ് കൈക്കലാക്കിയ കാര്യം വേദ അറിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഏട്ടൻ എങ്ങനെയാണ് മാറിയത് എന്നൊക്കെ അറിയില്ലായിരുന്നു. അങ്ങനെ വിക്രം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് മറിമായ നിങ്ങൾ ചെയ്തത്? പെട്ടെന്ന് എൻ്റെ ഏട്ടൻ ഇങ്ങനെ കേസ് മാറ്റി പറയണമെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ വിശ്വനെ കോടതി വെറുതെ വിടുന്നുണ്ട്. വിശ്വനെ കെട്ടിപ്പിടിച്ച് മാഷും ശ്രീജിയൊക്കെ വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കാട്ടോ. അങ്ങനെ വിശ്വ വീട്ടിലേക്ക് എത്താണ്. വിനായകനും ഇതിലൊരു ചെറിയ പങ്കുണ്ടായിരിക്കും. വിനായകനായിരിക്കും ഇതിൻ്റെ മെയിൻ കണ്ണി. പക്ഷേ വിനായകൻ ഇങ്ങനെ വിശ്വനെ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ പെട്ടെന്ന് കേസ് പിൻവലിച്ചത്? എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഒന്നും മിണ്ടാതെ ശ്രീകാന്ത് തല കുനിച്ച് നിൽക്കാണ്. ആ സമയത്ത് വിക്രം ആലോചിക്കാണ്, ആ ഒരു ലോക്കറിനുള്ളിൽ നിന്ന് ഒരു ഫോട്ടോസ് അവൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് ശ്രീകാന്തിൻ്റെയും കാമുകിയുടെയും ഫോട്ടോ ആയിരിക്കും. അത് വെച്ചിട്ട് ശ്രീകാന്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാമായിരുന്നു. ആ ഫോട്ടോ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ കേസ് പിൻവലിക്കണം, നിങ്ങളെ ഭാര്യയും കുടുംബം എല്ലാം തകർക്കുമെന്ന് പറഞ്ഞതോടു കൂടെയാണ് ശ്രീകാന്ത് ആ ഒരു കേസ് പിൻവലിക്കുന്നത്. അതോടുകൂടെ ശ്രീകാന്തിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഉണ്ടായതെന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഇനിയും അവസരം വരുമെന്ന് മാത്രം ശ്രീകാന്ത് പറയാണ്. അങ്ങനെ വേദയോടും തന്നെ ഈ വിക്രം ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ ഇങ്ങനെയൊക്കെ മുതിർന്നാൽ ഒരിക്കലും നിങ്ങളുടെ ഈ ഫോട്ടോസ് എല്ലാം ഞാൻ പബ്ലിഷ് ഇതൊന്നല്ല, ഒരു 100 കോപ്പി എൻ്റെ കയ്യിലുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അതോടുകൂടെ ശ്രീകാന്തിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ. എന്നാൽ വേദയെ ആ വീട്ടിൽ കമലാമ്മയും ശ്രീജയും അവരെ ഒരുമിച്ച് അവളെ ഇങ്ങനെ എതിർക്കന്നെയാണ്. ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരേണ്ട, നീ വീട്ടിൽ വരുന്നതോടുകൂടെ ഞങ്ങൾക്ക് കഷ്ടകാലം മാത്രമേ ഉണ്ടാവുള്ളൂ, വിശ്വേട്ടന് ഒരിക്കലും ജയിലിൽ പോകുമെന്നോ നിൻ്റെ ഏട്ടൻ കാരണമാണ് ഞങ്ങൾ കരുതില്ല, നീയും അവരുടെ കൂടി ഞങ്ങൾ ചതിക്കായിരുന്നു എന്നൊക്കെ ശ്രീജ പറഞ്ഞപ്പോൾ വേദനയോട് കൂടെ ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം ആണ് കേട്ടോ പിന്നെ രാധയുമായിട്ടുള്ള വിക്രമിൻ്റെ വിവാഹാലോചനയ്ക്ക് നടക്കുന്നത്. ആ ഒരു എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.